ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫെയർസ് വിത്ത് അൽക്ക. മാർച്ച് 15 മുതൽ 21 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫെയർസിൻ്റെ പാർട്ട് 1 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫെയർസ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫെയർസ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഓസ്കാർ 2026 മികച്ച ചിത്രം, സംവിധായകൻ, അവലംബിത തിരക്കഥ, മികച്ച സഹനടൻ, കാസ്റ്റിംഗ്, എഡിറ്റിംഗ് എന്നീ പുരസ്കാരങ്ങളെല്ലാം കരസ്ഥമാക്കിയത് പോൾ ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. മികച്ച നടൻ, തിരക്കഥ, ഛായാഗ്രഹണം, ഒറിജിനൽ സ്കോർ എന്നിവ കരസ്ഥമാക്കിയത് സിന്നേഴ്സ് എന്ന ചിത്രമാണ്. മികച്ച നടൻ മൈക്കൽ ബി ജോർദാൻ, സിന്നേഴ്സ് ചിത്രം. മികച്ച നടി ജെസ്സി ബക്ലി, ചിത്രം ഹാംനെറ്റ്. ഛായാഗ്രഹണത്തിന് ഓസ്കർ നേടുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജയും ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോ ആണ്. വിദേശ ഭാഷാ ചിത്രം സെൻറ്റിമെൻ്റൽ വാല്യൂ. ഒറിജിനൽ സോങ്, മികച്ച ആനിമേറ്റഡ് ചിത്രം എന്നിവ കരസ്ഥമാക്കിയത് K-pop ഡിമോൺ ഹണ്ടേഴ്സ്. ശബ്ദ സന്നിവേശം F1. വിഷ്വൽ എഫക്ട്സ് അവതാർ ഫയർ ആൻഡ് ആഷ്. മികച്ച സഹനടി എയ്മി മാഡിഗൺ, ചിത്രം വെപ്പൺസ്. മികച്ച സഹനടൻ ഷോൺ പെൻ, ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വിക്രം സാരാഭായ് പുരസ്കാരം. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മയ്ക്ക് ലഭിച്ചു. സമ്മാനത്തുക 2 ലക്ഷം രൂപയാണ്. വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. മാർച്ച് 24 പെരുമ്പാവൂർ പ്രഗതി അക്കാദമിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സമ്മാനിക്കും. ഗിന്നസ് റെക്കോർഡ്. മെക്സിക്കോ സിറ്റിയിലെ സൊക്കാലോ പ്ലാസ സ്ക്വയറിൽ നടന്ന ഫുട്ബോൾ പരിശീലന ക്ലാസ്സിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു. ലോകത്തെ ഏറ്റവുമധികം ആളുകൾ പങ്കെടുത്ത ഫുട്ബോൾ കോച്ചിംഗ് ക്ലാസ് എന്ന നേട്ടത്തിനാണ് ഗിന്നസ് ലഭിച്ചത്. 9500 പേരാണ് 40 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സിൽ പങ്കെടുത്തത്. ജൂൺ 11 US-ലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഒരുക്കമായിരുന്നു ഈ ക്ലാസ്. ജ്ഞാനപീഠം 2025. 2025 ജ്ഞാനപീഠ പുരസ്കാരം അഥവാ 60ാം ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കിയത് തമിഴ് ഭാഷയിലെ കവിയും നോവലിസ്റ്റും സിനിമാ ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവാണ്. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. വൈരമുത്തുവിന് 7 തവണ ദേശീയ ചലച്ചിത്ര അവാർഡ്, 6 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. തമിഴിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന 3ാമത്തെ എഴുത്തുകാരനാണ് വൈരമുത്തു. 1975 അഖിലൻ, 2002 ജയകാന്തൻ എന്നിവരാണ് ഇതിനു മുമ്പ് തമിഴിൽ നിന്ന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളവർ. ഇനി ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. 1961 ഭാരതീയ ജ്ഞാനപീഠം എന്ന സാംസ്കാരിക സാഹിത്യ സംഘടന ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡാണിത്. 1965 മലയാള കവി ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യ അവാർഡ് ലഭിച്ചത്. 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും വാഗ്ദേവിയുടെ അഥവാ സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. മേഘമലൈ വന്യജീവി സങ്കേതം. മേഘമലൈ വന്യജീവി സങ്കേതത്തിൽ 9 പുതിയ അകശേരുക്കളെ അഥവാ ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസിനെ കണ്ടെത്തി. പുതിയ വർഗ്ഗങ്ങളിൽ ജമ്പിംഗ് സ്പൈഡർ അഥവാ സ്റ്റെനൈലുറിലസ് മേഘമലൈ, മേ ഫ്ലൈസ് അഥവാ എഡ്മൺസുല മേഘമലൈൻസിസ്, പിന്നെ വെള്ളി വെള്ളച്ചാട്ടത്തിൽ കാണപ്പെടുന്ന ഡാംസൽ ഫ്ലൈ എന്നറിയപ്പെടുന്ന ത്രൗലസ് വെള്ളിമലൈൻസിസ് അഥവാ പ്രോട്ടോസ്റ്റിക്ക ഷോലൈ എന്നിവ ഉൾപ്പെടുന്നു. പ്രത്യേകത: ഈ വർഗ്ഗങ്ങൾ മേഘമലൈ പെരിയാർ ലാൻഡ്സ്കേപ്പിൽ മാത്രമായി കാണപ്പെടുന്നവയാണ്. സ്ഥലം: തമിഴ്നാട്ടിലെ തേനിയുടെ ഭാഗമായ മേഘമലൈ വന്യജീവി സങ്കേതം ഇപ്പോൾ ശ്രീവല്ലിപുത്തൂർ മേഘമലൈ കടുവ സങ്കേതത്തിൻ്റെ ഭാഗമാണ്. തമിഴ്നാടിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ ആണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ബിംസ്റ്റെക് യങ് പ്രൊഫഷണൽസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. ബിംസ്റ്റെക് രാജ്യങ്ങളിലെ യുവ പ്രൊഫഷണലുകൾക്ക് അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ അവസരം നൽകുന്ന പരിപാടിയാണിത്. ആദ്യ മീറ്റിംഗ് 2026 മാർച്ച് 9 മുതൽ 15 വരെ മഹാരാഷ്ട്രയിൽ വെച്ചാണ്. അംഗരാജ്യങ്ങൾ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്. ലക്ഷ്യങ്ങൾ: അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുക, യുവ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ്. ബിംസ്റ്റെക്കിൻ്റെ പൂർണ്ണരൂപം:
ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ബിംസ്റ്റെക്കിൻ്റെ ആസ്ഥാനം ബംഗ്ലാദേശിലെ ധാക്കയാണ്. 24 സ്പീഡ് പോസ്റ്റ്. 24 മണിക്കൂറിനുള്ളിൽ അത്യാവശ്യ രേഖകളും പാഴ്സലുകളും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഇന്ത്യ പോസ്റ്റിൻ്റെ അതിവേഗ സേവനമാണ് 24 സ്പീഡ് പോസ്റ്റ്. 2026 മാർച്ച് 17 മുതലാണ് ഈ സേവനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ മെട്രോ നഗരങ്ങൾക്കിടയിലാണ് ഈ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. BCCI നമൻ അവാർഡ്സ് 2026. 2026 മാർച്ച് 15 ന്യൂഡൽഹിയിൽ വെച്ച് BCCI നമൻ അവാർഡ്സ് 2026 പ്രഖ്യാപിച്ചു. പ്രധാന വിജയികൾ: മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർ പുരുഷ വിഭാഗത്തിൽ ശുഭ്മാൻ ഗിൽ കരസ്ഥമാക്കി. സ്ത്രീ വിഭാഗത്തിൽ സ്മൃതി മന്ധാന കരസ്ഥമാക്കി. കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് രാഹുൽ ദ്രാവിഡ്, മിഥാലി രാജ്, റോജർ ബിന്നി എന്നിവർ കരസ്ഥമാക്കി. ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് 2026. 2026 മാർച്ച് 15 ചൈനയിലെ ഷാങ്ഹായിലെ ഷാങ്ഹായ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ് ഈ മത്സരം നടന്നത്. ഒന്നാം സ്ഥാനം മേഴ്സിഡസ് AMG പെട്രോണാസിനു വേണ്ടി ഇറ്റലിയുടെ ആൻഡ്രെ കിമി ആൻ്റൊനെല്ലി കരസ്ഥമാക്കി. രണ്ടാം സ്ഥാനം മേഴ്സിഡസിനു വേണ്ടി UK-യുടെ ജോർജ് റസലും മൂന്നാം സ്ഥാനം ഫെറാരിക്ക് വേണ്ടി UK-യുടെ ലൂയി ഹാമിൽട്ടണും കരസ്ഥമാക്കി. ചൈനയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ്. പ്രസിഡന്റ് ഷീ ജിൻപിങ്. കറൻസി റൺമിൻബി.